ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 54 ദൈവദാസന്മാരെ വിശുദ്ധ പദവിയിലേക്കുള്ള അടുത്ത ഘട്ടത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുള്ള നിർണായക ഉത്തരവുകളിൽ ലിയോ 14 മാർപ്പാപ്പ ഒപ്പുവെച്ചു. വിശുദ്ധർക്കായുള്ള വത്തിക്കാൻ തിരുസംഘത്തിന്റെ തലവൻ കർദിനാൾ മാർസെല്ലോ സെമറാരോയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മാർപ്പാപ്പ ഈ സുപ്രധാന തീരുമാനം എടുത്തത്. പുതിയ പട്ടികയിൽ ഏറ്റവും ശ്രദ്ധേയമായത് സ്പാനിഷ് മിഷണറിയായ പെഡ്രോ മാനുവൽ സലാഡോ ആൽബയുടെ ജീവിത സാക്ഷ്യമാണ്. ഓഫറിംഗ് ഓഫ് ലൈഫ് എന്ന വിഭാഗത്തിലാണ് ഇദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2012 ഫെബ്രുവരി 5 ഇക്വഡോറിലെ ഒരു കടൽ തീരത്ത് വെച്ച് ശക്തമായ തിരമാലയിൽപ്പെട്ട് 7 കുട്ടികൾ ഒഴുക്കിൽപ്പെട്ടു. ഒട്ടും മടികാണിക്കാതെ കടലിലേക്ക് ചാടിയ പെട്രോ ഓരോ കുട്ടിയെയും സുരക്ഷിതമായി കരക്കെത്തിച്ചു. എന്നാൽ 7ാമത്തെ കുട്ടിയെയും രക്ഷപ്പെടുത്തിയപ്പോഴേക്കും തളർന്നുപോയ അദ്ദേഹം കടലിലെ ഒഴുക്കിൽപ്പെട്ട് മരണമടയുകയായിരുന്നു. 1968 സ്പെയിനിൽ ജനിച്ച പെട്രോ ഇക്വഡോറിലെ നിർധനരായ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും സംരക്ഷണത്തിനുമായാണ് തന്റെ ജീവിതം സമർപ്പിച്ചത്. സ്പാനിഷ് ആഭ്യന്തര യുദ്ധകാലത്ത് വിശ്വാസത്തെ പ്രതി കൊല്ലപ്പെട്ട സ്റ്റാൻസിലാവോ ഒർട്ടേഗ ഗാർഷ്യയും 48 സഹപ്രവർത്തകരും ഉൾപ്പെടെയുള്ള 50 പേരെ രക്തസാക്ഷികളായി വത്തിക്കാൻ ഔദ്യോഗികമായി അംഗീകരിച്ചു. കത്തോലിക്ക വിശ്വാസത്തോടുള്ള വിദ്വേഷം മൂലമാണ് ഇവർ കൊല്ലപ്പെട്ടതെന്ന് വത്തിക്കാൻ സ്ഥിരീകരിച്ചു. മറ്റു 3 ദൈവദാസന്മാരുടെ വീരോചിതമായ ഗുണങ്ങളും മാർപ്പാപ്പ അംഗീകരിച്ചു. ഇതോടെ ഇവർ ധന്യൻ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. മധ്യ യൂറോപ്പിൽ കർമ്മലീത്ത സഭയുടെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിച്ച ഇറ്റാലിയൻ കന്യാസ്ത്രീ മരിയ എലേറ്റ ഡി ജീസസ് മിഷണറി പ്രവർത്തനങ്ങൾക്കായി അമേരിക്കയിലെത്തുകയും 6 വർഷത്തോളം ഗുരുതരമായ വൃക്കരോഗം പിടിപെട്ട് 1926 മരണമടയുകയും ചെയ്ത കർമ്മലീത്ത സഹോദരിയാണ്. മരിയ റാഫേല്ല ഡി ജിയോവാന ഇറ്റലിയിലെ ജനോവയിൽ സെന്റ് ഫ്രാൻസിസ് ഓഫ് പോളയുടെ തൃതീയ സഭയ്ക്ക് രൂപം നൽകിയ വനിത. ഈ അംഗീകാരത്തോടെ ഈ ദൈവദാസന്മാരുടെ നാമകരണ നടപടികൾ കൂടുതൽ വേഗത്തിലാകും. ഇതിൽ പെട്രോ മാനുവൽ സലോഡോയുടെ ജീവിതം ഇന്നത്തെ കാലഘട്ടത്തിന്റെ ക്രിസ്തീയ സ്നേഹത്തിന്റെ ഉത്തമ ഉദാഹരണമായി സഭ ചൂണ്ടിക്കാട്ടുന്നു.